ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൽ അൽമായരുടെ വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരർത്ഥത്തിൽ ഇതൊരു അൽമായ നവീകരണ മുന്നേറ്റമാണ്. ഇത് മനസ്സിലാക്കി അൽമായരെ കൂടെ നിർത്തി അൽമായരോടൊപ്പം നിന്ന് അവരുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ച ധാരാളം വൈദികർ കേരളത്തിലുണ്ട്. അങ്ങനെ അൽമായ സഭയുടെ അൽമായരുടെ സമ്പത്തും ശക്തിയും തിരിച്ചറിഞ്ഞ് അൽമായരെ വളർത്താൻ സഹായിച്ച വൈദികരിൽ വളരെ പ്രധാനപ്പെട്ടയാളാണ് 2004 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഷാജൻ തേർമട അച്ഛൻ. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ തൻ്റെ ജീവിതാനുഭവങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നു. വീണ്ടും അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ, കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം അച്ഛൻ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് നൽകിയ ധാരാളം ചൂടുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അച്ഛൻ പങ്കുവയ്ക്കുന്നു. ഈ എപ്പിസോഡിൽ നമുക്ക് ബഹുമാനപ്പെട്ട ഷാജൻ തേർമട അച്ഛൻ്റെ അനുഭവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ദൈവാത്മാവിൻ്റെ ചൈതന്യത്താൽ നവീകരണ ജനതയെ കരം പിടിച്ച് നയിച്ച ഇടയന്മാർ നിരവധിയാണ്. ഇത് 2004-2007 കാലഘട്ടത്തിൽ KSTയുടെ തണലായിരുന്ന ഫാദർ ഷാജൻ തേർമഠം. സുവിശേഷ ചൈതന്യം ഹൃദയത്തിൽ ഉള്ളവർക്ക് മാത്രമേ ജീവിതം കൊണ്ട് സുവിശേഷമേകുവാനും സുവിശേഷമാകുവാനും കഴിയൂ എന്ന് ആഴത്തിൽ നമ്മെ പഠിപ്പിച്ച ഇടയൻ. എന്നും ശക്തിയും ബലവുമേകി ഓരോ സുവിശേഷ ശുശ്രൂഷകനെയും ഉജ്ജ്വലിപ്പിക്കുവാൻ ഈ വൈദികൻ പരിശ്രമിക്കുന്നു. ഇന്നും നവീകരണ സമൂഹത്തിൻ്റെ സന്തത സഹചാരിയായി നിലകൊള്ളുന്നു. തൻ്റെ ജീവിതത്തിലെ ദൈവാരൂപിയുടെ സജീവ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഷാജനച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡിൽ, മോസസിൻ്റെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ തുടക്കത്തിലെ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ അച്ഛൻ്റെ നവീകരണ വളർച്ചയും ഒക്കെ അച്ഛൻ വളരെ വിശദമായി സംസാരിച്ചു. എനിക്കൊന്നു കുറച്ചുകൂടി ആഴത്തിൽ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ അച്ഛനിലൂടെ ഞങ്ങൾക്ക് കേൾക്കേണ്ടതുണ്ട്. കാരണം ഷാജനച്ചൻ കരിസ്മാറ്റിക് നവീകരണത്തെ ആദ്യം മുതൽ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുകയും അതിനെ വളർത്തുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് അച്ഛൻ്റെ കുറച്ചുകൂടി ആഴത്തിലുള്ള ജീവിതാനുഭവങ്ങൾക്കായി ഈ എപ്പിസോഡിലേക്ക് അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ യഥാർത്ഥത്തിൽ സെമിനാരിയിൽ വെച്ച് നവീകരണ ധ്യാനം കൂടി. ശരിക്കും വൈദികനായതിന് ശേഷവും അച്ഛനൊരു കരിസ്മാറ്റിക് വൈദികനായിട്ടാണ് അച്ഛൻ ജീവിക്കുന്നത്. അല്ലെങ്കിൽ അച്ഛനെ ആളുകൾ വിളിക്കുന്നത് ഷാജനച്ചൻ കരിസ്മാറ്റിക് അച്ഛൻ എന്നാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ സാധാരണ പലപ്പോഴും പറയാറുള്ളത്, ഷാജി കേട്ട് കാണും, ഫുള്ളി കാത്തലിക് ആൻഡ് ഫുള്ളി കരിസ്മാറ്റിക്. അപ്പോൾ അന്ന് ഞാൻ പറയാറുണ്ട്, ഞാൻ മരണം വരെ ഫുള്ളി കാത്തലിക് ഫുള്ളി കരിസ്മാറ്റിക് പ്രീസ്റ്റായിരിക്കുമെന്ന്. അതിന് കാരണം എൻ്റെ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട സ്വീകരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിൽ വാസ്തവത്തിൽ ഞാനെടുത്ത ഒരു തീരുമാനം സഭയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അത് അന്നത്തെ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു തീരുമാനമാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ സഭയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ സഭ നവീകരിക്കപ്പെടാനും വളരാനും വളരെ ഏറ്റവും താഴ്ന്ന തലം മുതൽ ഉയർന്നവർ വരെ എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒരു ആധ്യാത്മികതയായിട്ട് ഞാൻ കണ്ടത് കരിസ്മാറ്റിക് ആണ്. അപ്പം അത് നമുക്കിപ്പം എന്താ പറയുക, പരിശുദ്ധ പിതാവ് വരെ അവിടം തുടങ്ങി ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യ ഇടവകയിൽ
എന്നെ അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങുമ്പം അതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് അവിടുത്തെ തൂപ്പുകാരിയായ ഒരു ചേട്ടത്തിയാണ്. അവർ ഒന്നിച്ച് 3 പേരിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വാസ്തവത്തിൽ ഞാൻ ആദ്യം വികാരിയായ സ്ഥലത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ തുടക്കം. അപ്പം എല്ലാ തലങ്ങളിലും സ്വാധീനം ചെലുത്താം. ഇനി പുരോഹിതരെ എടുത്താൽ, സമർപ്പിതരെ എടുത്താൽ, അൽമായരെ എടുത്താൽ, എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ആധ്യാത്മികത കരിസ്മാറ്റിക് നവീകരണത്തിലാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് അച്ഛൻ തീർച്ചയായിട്ടും അത് വളരെ എളുപ്പമുണ്ട്, വളരെ എളുപ്പമുണ്ട്. ഇപ്പോൾ അച്ഛന്മാരുടെ ഒരു ധ്യാനം നടത്തുകയാണെങ്കിലും, സിസ്റ്റേഴ്സിന് ധ്യാനം നടത്തുകയാണെങ്കിലും, അൽമായരുടെ ധ്യാനം നടത്തുകയാണെങ്കിലും, കരിസ്മാറ്റിക് നവീകരണ ആത്മീയ ശൈലി അത് എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു ശൈലിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അച്ഛൻ ഒരു കരിസ്മാറ്റിക് കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ സംസാരിച്ചിരുന്നു, കൂട്ടായ്മകളിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു കരിസ്മാറ്റിക് ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക. അതൊക്കെ ചെയ്തതുകൊണ്ടാണ് അച്ഛനൊരു കരിസ്മാറ്റിക് വൈദികനായിട്ട് ഇന്നും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ചില വ്യക്തികളെ കാണുന്ന ഒരു കാഴ്ചയാണ്, ചില ആളുകൾക്ക് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുണ്ട്. ചിലപ്പോൾ അവരെ കുറേ നാളത്തേക്ക് വലിയ സ്പിരിറ്റോടെ കാണാം, ചിലപ്പോൾ കാണത്തില്ല. ഷാജനച്ചനെക്കുറിച്ച് ചില ആളുകളെങ്കിലും പറയുന്നൊരു കമൻറ്റ്, അച്ഛൻ ഈ പച്ചമരം പോലെയാണ് എന്ന് പറഞ്ഞാൽ അച്ഛനെ ഞങ്ങൾ എന്നും കാണുന്നത് ഒരു പ്രസരിപ്പുള്ള, അല്ലെങ്കിൽ ഒരു ഉന്മേഷമുള്ള, സന്തോഷമുള്ള ഒരു കരിസ്മാറ്റിക് അച്ഛനായിട്ടാണ്. അച്ഛൻ്റെ ഈ നഷ്ടപ്പെട്ടു പോകാത്ത ഈ പ്രസരിപ്പിൻ്റെ കാരണം ഈ കരിസ്മാറ്റിക് നവീകരണം തന്നെയാണോ? തീർച്ചയായിട്ടും. അതായത് പ്രത്യേകിച്ചും ഈ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ, ഞാൻ എൻ്റെ ജൂബിലിയുടെ അവസരത്തിൽ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 25 വർഷത്തെ വിലയിരുത്തുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഞാൻ ഒരു സംതൃപ്തിയുള്ള പുരോഹിതനാണ്. ഈ സംതൃപ്തി എന്ന് പറയുന്നത് എനിക്ക് ഇല്ലാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ രോഗങ്ങളോ കഷ്ടപ്പാടോ ഇതൊക്കെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സംതൃപ്തിയുള്ള പുരോഹിതൻ, അതിന് കാരണം തീർച്ചയായിട്ടും ഈ കരിസ്മാറ്റിക് ആത്മീയ ശൈലിയിലൂടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ധാരാളം ആത്മാക്കളെ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ കുറച്ച് നാൾ സ്നേഹാശ്രമത്തിൽ ജയിൽ വിമുക്തരായ അവരുടെ ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ ഡയറക്ടറായിരുന്നു. KCBCയുടെ അവർ ജയിലിൽ കിടന്ന് വന്നിട്ടുള്ളവരാണ്. കൊലപാതകികൾ, വാടക ഗുണ്ടകൾ, പിന്നെ അവിടെ സ്ത്രീകൾക്കുള്ള അവിടെ ഒരുപക്ഷെ തെരുവ് വേശ്യകളായി ജീവിച്ചവരായിരിക്കാം. യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ മാനസാന്തരപ്പെടുത്താൻ, ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു കരിസ്മാറ്റിക് നവീകരണ ആ ശൈലിയിലൂടെ സാധിക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് അതെൻ്റെ കാഴ്ചപ്പാടായിരിക്കാം, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത് അത്രയും എളുപ്പമായിരുന്നു. പിന്നെ ശരിക്കും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴും അവരോടൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, ദിവികാരുണ്യ സന്നിധിയിൽ അവിടെ ആരാധന നടക്കും. അപ്പോൾ ധാരാളം പേര് അവിടെ ഉള്ളവരെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർ സ്വയം പ്രേരിത പ്രാർത്ഥന ചെല്ലും. അപ്പം അന്ന് ഒരു യുവാവ് അവൻ ഈശോയെ നോക്കിയിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, എൻ്റെ ഈശോയെ നിന്നെ ഞാൻ വളരെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. ഇത് പറഞ്ഞ് അവൻ വാവിട്ട് കരയുകയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം അവൻ അർത്ഥമാക്കുന്നത് എന്താണ്, ഒരു 10-25 വർഷം മുമ്പ് അവൻ ഈശോയെ അറിഞ്ഞിരുന്നെങ്കിൽ അവനൊരു കള്ളനോ, അവൻ മോഷ്ടാവായിട്ട് പിടിക്കപ്പെട്ട് ജയിലിൽ 10-25 വർഷം അങ്ങനെ കയറി ഇറങ്ങി നടന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് വിലയിരുത്തുമ്പോൾ അവൻ്റെ ഒരു ജാടയായിട്ട് ചില തോന്നുന്നു, പക്ഷേ അത് ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ്. അപ്പം ശരിക്ക് അങ്ങനെയുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ, അത് എൻ്റെ അനുഭവത്തിൽ ഇത് കരിസ്മാറ്റിക് ശൈലിയേക്കാൾ എളുപ്പമുള്ളൊരു ശൈലി ഇല്ലെന്നാണ് എൻ്റെ അനുഭവം. വ്യക്തിപരമായ ക്രിസ്തു അനുഭവം ഉള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനെ ആഴത്തിൽ മറ്റുള്ളവർക്ക് പകരാനാകൂ. വ്യക്തി ജീവിതത്തിൽ നാം പുലർത്തുന്ന ആന്തരിക വിശുദ്ധിയാണ് നമുക്ക് ഇതിനുള്ള ശക്തി നൽകുന്നത്. ഈ വിശുദ്ധിയെ ആണ് ദൈവം വാഴ്ത്തി വിഭജിച്ച് അനേകർക്കായി നൽകുന്നത്. നാം ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ക്രിസ്തു നമുക്കു വേണ്ടിയും നിലകൊള്ളുന്നു.
അച്ഛൻ സൂചിപ്പിച്ചല്ലോ, അച്ഛൻ അമ്മയുടെ ഹൃദയത്തിൽ, പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. കാരണം മറിയത്തോടൊത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണല്ലോ. അച്ഛൻ്റെ ഒരു ചില അനുഭവങ്ങളെന്ന് പറയാമോ, അമ്മയോടൊത്തുള്ള അച്ഛൻ്റെ അനുഭവങ്ങൾ? ഒരു അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കെല്ലാവർക്കും അറിയാം, വിവരിക്കേണ്ട കാര്യമില്ല, നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട. ഞാൻ സാധാരണ പറയാറുണ്ട്, എനിക്ക് 3 അമ്മമാരുണ്ട്. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ, എൻ്റെ സ്വർഗീയ അമ്മ, സഭയാകുന്ന അമ്മ. അപ്പോൾ ഈ മാതൃസ്നേഹം എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് കൂടുതലായിട്ടും കൊച്ചുനാൾ മുതലേ ഞാൻ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയെ പറഞ്ഞു. അന്നൊക്കെ വാസ്തവത്തിൽ ജപമാലയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന. അന്ന് മുതലേ ഈ മാതാവിനോടുള്ള ഒരു വലിയ സ്നേഹവും ഭക്തിയൊക്കെ ഉണ്ട്. പിന്നീട് വളർച്ചയിൽ വളരെയേറെ സ്വാധീനം, പ്രത്യേകിച്ചും ഞാൻ ഈ പറയുന്ന പൗരോഹിത്യത്തിൻ്റെ ആ ക്രൈസിസിൽ അതുണ്ടായി. ഞാൻ ഒരു അച്ഛനായതിനു ശേഷം മാരകമായ ഒരു രോഗാവസ്ഥയിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. ഒരു ബാഹ്യമായ ഒരു റിയാക്ഷൻ, ഒരു മരുന്നിൻ്റെയൊക്കെ റിയാക്ഷൻ കൊണ്ടാണ്. പക്ഷേ അന്ന് ഞാൻ വെല്ലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വളരെ ഗൗരവമായ അവസ്ഥയിലെത്തിയ സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വലിയ ശക്തിയാണ് ഈ അമ്മയുടെ ശക്തി, ജപമാലയുടെ ശക്തി. അന്ന് വേദനിച്ച് കഴിയുമ്പോൾ മനസ്സും, കാരണം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു 4 വർഷത്തെ പൗരോഹിത്യ ജീവിതം, അതോടെ ജീവിതം അവസാനിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തി വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ. അപ്പോൾ രാത്രിയിലൊന്നും എനിക്ക് ഉറക്കമില്ല, അവിടെ ആയതുകൊണ്ട് ആരും കൂട്ടിനില്ല. അപ്പോൾ ഞാൻ, എൻ്റെ കയ്യിലൊരു ജപമാലയുണ്ട്, അതിപ്പോഴും എൻ്റെ കയ്യിലുള്ള ജപമാലയാണ്. അത് ശരിക്കും എനിക്ക് അതിൽ ഞാൻ ഏതാണ്ട് ഈ വടത്തിൽ കിടന്നാടുന്നത് പോലെ എന്ന് പറയുന്ന പോലെയാണ് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഒരു വലിയ ശക്തി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് ഈ ജോൺ പോൾ മാർപ്പാപ്പയുടെ ആദർശവാക്യം തോത്തുസ് തൂസ്, മുഴുവനായും നിൻ്റേത്, ഞാൻ മുഴുവനായും പരിശുദ്ധ കന്യാമറിയത്തിൻ്റേതാണെന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. അത് വളരെ ശരിക്കും പറഞ്ഞാൽ പ്രചോദനം നൽകിയിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ശരിക്കും ആ അമ്മയുടെ കൈകളിൽ കൊടുത്താൽ പിന്നെ വേറെ ഒന്നും ഭയപ്പെടേണ്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രത്യേകിച്ചും ആ കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളൊക്കെ നടത്തുമ്പം ഒരു 2000 മുതൽ തുടർച്ചയായിട്ട് മരിയൻ ധ്യാനങ്ങൾ ഞാൻ ധാരാളം നടത്തിയിട്ടുണ്ട്. അതിലുള്ള ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങളും ശരിക്കും അമ്മ എന്ന് പറയുന്നത് നീക്കി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ആധ്യാത്മികതയിൽ. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട വർക്കിയച്ഛനൊക്കെ മാതാവിനെക്കുറിച്ച് അച്ഛൻ്റെയൊക്കെ ധ്യാനങ്ങളിൽ കൂടുമ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു, ശരിക്കും മാതാവിനെക്കുറിച്ചൊക്കെ അച്ഛനൊക്കെ പറയുന്ന അവസരത്തിൽ ആദ്യത്തെ കരിസ്മാറ്റിക്കാണ് മറിയെന്നാണല്ലോ പറയുക. അപ്പോൾ ആ ഒരു ഹൃദയബന്ധം അത് വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇന്നും പിടിച്ചു നിർത്തുന്ന ഒരു വലിയ ശക്തിയാണ്. നവസുവിശേഷവൽക്കരണത്തിൻ്റെ നാഥയായ നമ്മുടെ അമ്മ ഓരോ സുവിശേഷ ശുശ്രൂഷകൻ്റെയും തണലാകുന്നു. മരിയ ഭക്തിയുടെ പ്രചാരകരാകുവാൻ ഇനിയുള്ള കാലം നാം വില കൊടുക്കുക. കാരണം ഈ യുഗാന്ത്യകാലത്ത് തിന്മയ്ക്കെതിരെ പടപൊരുതുവാൻ സ്വർഗം നൽകുന്ന കൃപയാണ് മരിയ ഭക്തി. കാരണം അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി വാഴുന്നു എന്നതിനാലാണ് സാത്താൻ വിറകൊള്ളുന്നത്. അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിൽ തൃശ്ശൂർ രൂപതയുടെ ഡയറക്ടറായിട്ട് ഒത്തിരി കാലം അച്ഛൻ സേവനം ചെയ്തു, ഇപ്പോഴും അച്ഛൻ സേവനം ചെയ്യുന്നു. ഇതിനിടയിൽ അച്ഛൻ 2004 മുതൽ അച്ഛൻ 2007 വരെ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാനായി. അന്നൊക്കെ അച്ഛൻ തൃശ്ശൂരായിരുന്നപ്പോഴും കേരളത്തിലെ ചെയർമാനായിരുന്നപ്പോഴും ഒക്കെ അച്ഛൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നവീകരണത്തിൻ്റെ ആധ്യാത്മികതയെയും നവീകരണത്തിലെ വ്യക്തികളെയും അതുപോലെ നവീകരണ പ്രവർത്തനങ്ങളെയും അതിനൊരു ഓർഡർ വേണമെന്ന്, ഒരു അടുക്കും ചിട്ടയും വേണം, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമായ അടുക്കും ചിട്ടയും വേണം എന്ന കാര്യത്തിൽ അച്ഛൻ നിഷ്കർഷ പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് വ്യക്തികൾക്ക് അടുക്കും ചിട്ടയോടും കൂടെയുള്ള വളർച്ച വേണം. എന്താണ് അങ്ങനെ നവീകരണത്തെ അങ്ങനെ ഒരു അടുക്കും ചിട്ടയോടെ വളർത്തണമെന്ന് അച്ഛനതിൽ മുറുകെ പിടിക്കുകയും ചെയ്തിരുന്നു? എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിന് ഒരു കാരണം നമുക്കറിയാം, നവീകരണം ഇങ്ങനെ കേരളത്തിൽ കത്തിപ്പടരാൻ തുടങ്ങിയപ്പോൾ
ശരിക്കൊരു അതിവൈകാരികതയിലേക്ക്, ഒരു ഇമോഷണലിസം ത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ വാസ്തവത്തിൽ ശൈലികളൊക്കെ മാറി. ആ കാലഘട്ടത്തിൽ കുറേ വ്യതിയാനങ്ങളും ഇതിനകത്ത് വന്നിട്ട് കുറേ പേര് വഴിതെറ്റാനും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സഭയുടെ ഒരു ശൈലി ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോരുത്തർക്കും തോന്നിയതുപോലെ പോകുന്ന ഒരു അവസ്ഥ, അത് വളരെയേറെ വേദനാജനകമായ ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രമം ഇതിനുണ്ടാകണം. ഞാൻ സാധാരണ അന്നൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്, വളയത്തിലൂടെ ചാടുന്നവൻ അഭ്യാസി, വളയമില്ലാതെ ചാടുന്നവൻ തോന്നിയാസി. അപ്പോൾ ഇതിന് നമ്മുടെ സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അടക്കവും ചിട്ടയും ക്രമമുണ്ട്. പരിശുദ്ധാത്മാവ് ക്രമത്തിൻ്റെ ആത്മാവാണ്, കോലാഹലത്തിൻ്റെ ആത്മാവല്ല. അപ്പോൾ ഇതിന് ഒരു ക്രമമുണ്ടാകണം, ഒരു പരിശീലനം ഉണ്ടാകണം. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് 1994 തൃശ്ശൂരിലെ കരിസ്മാറ്റിക് ഡയറക്ടറാവുന്നത്. 94 കുണ്ടുകുളം പിതാവ് ആണ് എന്നെ അതാക്കിയത്. അന്ന് മുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് വചനപ്രഘോഷകർക്ക് ഒരു പരിശീലന പരിപാടിയും ഈ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ തുടങ്ങിയത് ഇവിടെയാണ്. അന്ന് മുതൽ 94 മുതൽ ഈ 2015 വരെ മുടങ്ങാതെ ഇവിടെ ആ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഒരു 300ഓളം വചന ശുശ്രൂഷകർ തൃശ്ശൂരിലുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഓരോ വർഷം കൊടുക്കുന്ന ട്രെയിനിങ്ങിലൂടെ ഒരു ക്രമവും ചിട്ടയും ഉള്ള ഒരു ശൈലിയിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഈ മുന്നേറ്റത്തിൻ്റെ ഒരു ശൈലി ഒരു നെറ്റ്വർക്കിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് ആണ്. ശരിക്കും ഒരു നെറ്റ്വർക്ക്, ഇത്രയും മനോഹരമായൊരു നെറ്റ്വർക്ക് നമുക്കറിയാം. ഇപ്പോൾ കാസ്റ്റ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എല്ലായിടത്തും എത്താവുന്ന ഒരു നെറ്റ്വർക്ക് നമുക്കുണ്ട്, ഒരു കോർഡിനേഷൻ നമുക്കുണ്ട്. അത്രയും മനോഹരമായ ഒരു സംവിധാനത്തെ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽപ്പെട്ട ഒരു കാര്യമാണ് ലീഡേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, അവരെ പരിശീലിപ്പിക്കുക, നല്ല ബോധ്യങ്ങളുള്ളവരെ വളർത്തുക. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യം പറയുമ്പോൾ അൽമായ നേതൃത്വത്തെ കൂടെ പറയേണ്ടി വരും. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം കരിസ്മാറ്റിക് നവീകരണം ആഗോള സഭ അംഗീകരിക്കുമ്പോൾ അൽമായ കമ്മീഷനിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു അൽമായ മുന്നേറ്റമായിട്ടാണ് എൻ്റെ തുടക്കം. ശരിക്കും ഇന്ന് സഭയുടെ സുവിശേഷവത്കരണ പരിപാടിയിൽ അൽമായരുടെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള ഒന്ന് കരിസ്മാറ്റിക് നവീകരണം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ അൽമായരെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരെയും ശരിക്കും ഒരു പരിശീലനത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോഴേ ഒരു ക്രമത്തിൽ ഇത് പോവുകയുള്ളൂ. അപ്പോൾ അത് എനിക്കിപ്പോഴും വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം തീരെ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർ പോലും വളരെ വിവേകമുള്ളവരെ ആയിട്ട് പെരുമാറുന്ന ഒരു ശൈലിയിലേക്കൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഭിനന്ദിക്കേണ്ട വിഷയങ്ങളാണ്. അൽമായ പരിശീലനം ഏറെ ഗൗരവമേറിയ കാര്യമാകുന്നു. കാരണം പക്വതയോടെ വേല ചെയ്യുന്ന വേലക്കാരാണ് വയലിലെ സമ്പത്ത്. ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് തിരുസഭയോടൊത്ത് നമുക്ക് ഈ വയലിൽ അധ്വാനിക്കാം, ആത്മാക്കളെ കൊയ്തുകൂട്ടാം. ഈ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം ധാരാളം പക്വതയുള്ള അൽമായർ, നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ നല്ല ദൈവാനുഭവമുള്ള അൽമായർ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരും ഉണ്ട്, കേരളം മുഴുവനും അങ്ങനെയുണ്ട്. അച്ഛൻ ഒരു കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കുറേ കൊല്ലങ്ങളോടൊപ്പം ഇതിന് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് നിന്നയാളെന്ന രീതിയിൽ അച്ഛൻ ഈ അൽമായ വളർച്ചയെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ ചെയർമാനായിരുന്ന അവസരത്തിൽ നമ്മുടെ അഭിമന്യ തോമസ് ചേക്കാത്തി പിതാവായിരുന്നല്ലോ KCBC കമ്മീഷൻ, കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ. ഒരു മീറ്റിംഗ് കൂടുന്ന അവസരത്തിൽ പിതാക്കന്മാരോട് നമ്മൾ പങ്കുവച്ചിട്ടൊരു കാര്യമുണ്ട്. ഈ കേരളത്തിലെ കരിസ്മാറ്റിക് ലുള്ള നേതൃത്വത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ പിതാവ് വളരെയേറെ പ്രോത്സാഹനം തന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് കാര്യത്തിൽ. അന്ന് ഞാൻ അത്രയും ഫ്രീഡം പിതാവിനോടുള്ളത് കൊണ്ട് എന്തോ ഒരു കാര്യം വന്നപ്പോൾ ഈ അൽമായർ കേരളത്തിലുള്ള ഈ ആത്മീയ നേതൃത്വത്തിലുള്ളവരെ കുറിച്ചൊക്കെ ഒരു ചർച്ച വന്നപ്പോൾ ഞാൻ ഒരു വെല്ലുവിളി പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരവസരം തന്നാൽ കേരളത്തിലെ ആയിരക്കണക്കിന് അൽമായ ലീഡേഴ്സിനെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിതാവിനോടുള്ള ഫ്രീഡം കൊണ്ടാണ് നമ്മളങ്ങനെ പിതാവ് പക്ഷെ അതുപോലെ അച്ഛൻ അത്രയും ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അത് ശരിക്ക് സംഭവിച്ചതാണ് ആലപ്പുഴയിൽ IMS വെച്ച് നടന്ന ഒരു ലീഡേഴ്സ് കോൺഫറൻസ്. അതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ പിതാവ് എന്ന് പറയുന്നുണ്ടായി, നമ്മൾ ഒരു ഫീസും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള ലീഡേഴ്സ് മാത്രം, ഒരു 4000-ൽ താഴെ കരിസ്മാറ്റിക് ലീഡേഴ്സ് വന്ന ഒരു വലിയ, അത് ശരിക്കും അന്ന് പിതാവ് അത് അഭിമാനത്തോടെ അവിടെ പറയുന്നുണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും പേര് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. തീർച്ചയായിട്ടും. ആ ഒരു ശക്തിയെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ഈ നമ്മുടെ വിശുദ്ധ ലോറൻസിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ആദിമ സഭയിൽ പോലെ എല്ലാ സമ്പത്തും കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഈ വിശുദ്ധ ലോറൻസ് കുറേ പാവപ്പെട്ട മനുഷ്യരാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അതാണ്. എനിക്ക് തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടെ പറയും, എൻ്റെ സമ്പത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഞാൻ ഒരു വണ്ടികളിൽ ആൾക്കാരെ കൊണ്ടുവരും. ഇത് പറയുമ്പം ഇതിന് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ ദൈവശബ്ദം കൺവെൻഷനാണ്. ഇപ്പോൾ 22 കൺവെൻഷൻ തുടർച്ചയായിട്ട് നടന്നു. ഇത് സംഘടിപ്പിക്കുന്നത് ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ തൊഴിലാളികളും വ്യാപാരികളും അവർ ആ മാർക്കറ്റിലുള്ളവരാണ്. 22 വർഷം മുമ്പ് ഇത് തുടങ്ങുമ്പം എനിക്കറിയാം, അന്ന് മുതലേ ഇതോട് കൂടെയുള്ള ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൻ്റെ കൾച്ചർ തന്നെ മാറ്റിയെടുത്തിട്ടുള്ളതാണത്. അത് അവിടെയുള്ള അൽമായ സഹോദരങ്ങളാണ്. ഇവർ ഈ കൺവെൻഷന് വേണ്ടി ഒരു കൺവെൻഷൻ കഴിഞ്ഞ് അടുത്ത കൺവെൻഷൻ ഒരുക്കം തുടങ്ങും. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും ഒരുക്കങ്ങളും തുടങ്ങും. കൺവെൻഷൻ്റെ എല്ലാ കാര്യങ്ങളും, ബാനറുകൾ കെട്ടൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് ചെയ്യുക. പട്ടണത്തിലെ എല്ലാ കടകളിലും കയറി ഇറങ്ങി പൈസ പിരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി കൺവെൻഷൻ കഴിയുമ്പോൾ ധാരാളം പണം മിച്ചം വരാറുണ്ട്. കഴിഞ്ഞ 22 വർഷമായിട്ടും മിച്ചം വരുന്ന പണം ബാങ്കിലിടാറില്ല. അത് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അങ്ങനെ നമുക്ക് 156 കുടുംബങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അൽമായരുടെ ഇവരുടെ പ്രവർത്തനമാണത്. അത് പിന്നെ ഇപ്പോൾ അവർ ഡ്രൈവേഴ്സ്, ഇങ്ങനെ ഓരോരുത്തർ കൂട്ടായ്മകളുണ്ട്. ഇവരൊക്കെ വാസ്തവത്തിൽ പള്ളിയിൽ പോയി ഒരു പക്ഷേ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരല്ല. ഇവരാ മാർക്കറ്റിൽ തന്നെ മാർക്കറ്റിൽ ആദ്യമൊക്കെ നമ്മൾ പബ്ലിക് ലാട്രിൻ്റെ അരികിലാണ് ഇരുന്നിരുന്നത്. ആ മാർക്കറ്റ് അവിടെ കടക്കാൻ പറ്റില്ല, അതുപോലെ ദുർഗന്ധമാണ്. അവിടെയൊക്കെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഇവർ പ്രാർത്ഥിച്ചിരുന്നത്. ഒരു അഭിമന്യ പിതാവ് ഇതിന് ഒരിക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പം പിതാവ് പറഞ്ഞിട്ടുണ്ട്, ദിവന്യോസസ് പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പള്ളിയൊക്കെ ചന്തയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, നിങ്ങൾ ഈ ചന്ത പള്ളിയായി. സംശയമില്ല. കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഫുൾ ഫ്രീഡം എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടുക, അവർ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ ആ ഫുൾ ഫ്രീഡം, കാരണം അവർ അത്രയും വിശ്വസ്തമായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞത്, സഭ എന്ന് പറയുന്നത് അൽമായരെ മാറ്റി നിർത്തിയിട്ട് സഭയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും അങ്ങ് ചിന്തിക്കുന്നു എന്ന് ഞാൻ പറയല്ല. പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഈ അൽമായ പങ്കാളിത്തം എന്ന് പറയുന്നതിന് കുറേ കൂടെ സ്വാതന്ത്ര്യവും പ്രോത്സാഹനവും ഉണ്ടായാൽ വളരെയേറെ കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്നാണ് എൻ്റെ അനുഭവം. ഇനി പ്രീച്ചേഴ്സായിട്ട് ഞാൻ പറഞ്ഞു 100-300ഓളം പേരുണ്ടെന്ന് പറഞ്ഞു. ഇവരൊക്കെ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷ, അതിൽ ആർക്കെങ്കിലുമൊക്കെ തെറ്റുപറ്റുന്നുണ്ടാകും. നമ്മളിപ്പോൾ ഈ വിലയിരുത്തുമ്പോൾ വിരലിലുണ്ടാവുന്ന ആർക്കെങ്കിലുമൊക്കെ പറ്റിയ തെറ്റിനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും നവീകരണ ശുശ്രൂഷയിൽ ഈ നേതൃത്വത്തിൽ നിന്നപ്പോഴൊക്കെ വേദന എടുത്തിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം കേരളത്തിൽ ഒരു പക്ഷേ 5-10 പേർക്ക് പറ്റിയ തെറ്റിന് 10,000 അനുഭവിക്കേണ്ടി വരികയാണ്. അവരുടെ നന്മ കാണാതെ പോകുന്നത് ഒരു വേദനാജനകമായ കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇന്ന് വചന ശുശ്രൂഷ, ഞാൻ വചനത്തെക്കുറിച്ച്, വചനപ്രഘോഷണമില്ലെങ്കിൽ സഭയില്ല. സഭ രൂപപ്പെടുന്നതും വളരുന്നതും വചനപ്രഘോഷണത്തിലൂടെ തന്നെയാണ്. ആദിമസഭയുടെ ചരിത്രം മുതൽ നമ്മൾ ചുറ്റുപാടും ഇപ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. എവിടെയൊക്കെ വചനപ്രഘോഷണം അന്യമായോ അവിടെ സഭ ഇല്ലാതായിട്ടുണ്ട്. കേരള സഭ ഇന്ന് ഇത്രയും പ്രസക്തമാകുന്നത് ഇവിടുത്തെ വചനപ്രഘോഷണം. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം നമുക്ക് 79 ധ്യാന കേന്ദ്രങ്ങൾ, സ്ഥിരമായിട്ട് ധ്യാനം നടക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. 35 ധ്യാനങ്ങൾ നടക്കുന്ന മറ്റ് സെൻറ്ററുകളൊക്കെ ആയിട്ടുണ്ട്. എല്ലായിടത്തും കൺവെൻഷനുകൾ. ഇന്ന് കേരള സഭയുടെ ഈ പച്ചപ്പ്,
തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ പച്ചപ്പാണ്. നമ്മളൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, എവിടെയൊക്കെ സുവിശേഷ പ്രഘോഷണം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ മലയാളികളുണ്ട്, അവരാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഇവിടുത്തെ അൽമായരെ അഭിമാനിക്കേണ്ട കാര്യമാണ്. എന്തുമാത്രം കാര്യങ്ങളാണ് ഇപ്പം കേരളത്തിൽ. നമ്മളിപ്പോൾ എൻ്റെ പൗരോഹിത്യത്തെ ഞാൻ വിലയിരുത്തി എൻ്റെ കരിസ്മാറ്റിക് നവീകരണ ഞാൻ ജീവിതം മുഴുവനെന്ന് പറഞ്ഞ പോലെ പൗരോഹിത്യ ശുശ്രൂഷയിൽ സിംഹഭാഗവും നവീകരണത്തിന് വേണ്ടി ചെലവഴിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അഭിമാനിക്കാൻ കഴിയും കേരളത്തിലെ യുവജനങ്ങൾ ഇപ്പോൾ ജീസസ് യൂത്തിനെ കുറിച്ചോ ഒക്കെ നമ്മൾ പറയുമ്പോൾ അതിലൂടെയൊക്കെ വന്നിട്ടുള്ള എത്രയോ ശക്തരായിട്ടുള്ള അൽമായർ. അതുകൊണ്ട് അത് കേരള സഭയുടെ ഒരു അനുഗ്രഹമാണത്. അതുകൊണ്ടാണ് അച്ഛൻ അൽമായരോടൊപ്പം നിൽക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ എനിക്കറിയാം, ഞാനിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവരൊന്നിച്ച് കൂടുന്ന അവസരത്തിൽ കറക്ഷൻസൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടൊക്കെ ചില പറഞ്ഞെന്ന് വരാം. പക്ഷേ അത് സ്നേഹം കൊണ്ടാണ്. കാരണം അൽമായരെ സംഘടിപ്പിക്കുക, അവരെ വളർത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ആബാ റിന്യൂവൽ സെൻറ്ററിൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടത്താനായിട്ടുള്ള ഒരു സെൻറ്റർ പണിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പ്രയർ ഗ്രൂപ്പ് ലീഡേഴ്സ് മുതൽ രൂപതയുടെ നേതൃത്വം വരെയുള്ള അൽമായരെ ഒന്നിച്ചു കൂട്ടിയിട്ട് അവർ വാക്ക് തന്നിരിക്കുകയാണ്, അതിനുള്ള പൈസ ഞങ്ങൾ കണ്ടെത്തും. അതിന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും അത് വളരെ എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറവുകളെ നോക്കി മാത്രം വിലയിരുത്തുമ്പോൾ നിഷേധാത്മകമായിട്ട് പോകും. പക്ഷേ കുറവുകളുണ്ട് എത്രയോ പേർക്ക്. ഇപ്പോൾ ഒരു സ്പിരിച്വൽ ഷെയറിങ് നടത്തുന്ന വ്യക്തി വിദ്യാഭ്യാസം എന്നുള്ള ആളാകണമെന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയുള്ളതോട് ചെയ്യുന്നു. തെറ്റുപറ്റാം. അപ്പോൾ അതിനാണല്ലോ അച്ഛന്മാരും ഒക്കെ ഉള്ളത്. കറക്ഷൻ കൊടുക്കണം. ഞാനങ്ങനെ വരുമ്പം വിളിച്ച് പറയാറുണ്ട്, അവരെ തിരുത്തി കൊടുത്താൽ സ്വീകരിക്കാറുമുണ്ട്. കേരളത്തിലിപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന തൃശ്ശൂരിൽ നിന്ന് വളർന്നിട്ടുള്ള, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പ്രഗത്ഭരായിട്ടുള്ള വചനപ്രഘോഷകരൊക്കെ എടുത്താൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം തെറ്റുകൾ പറ്റിയപ്പോൾ വിളിക്കുകയും തിരുത്തൽ കൊടുക്കുമ്പോൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അവർ. തീർച്ചയായിട്ടും. ഏതായാലും അച്ഛൻ പറഞ്ഞ ഈ അൽമായ വളർച്ച എന്നുള്ളത് എല്ലാവരും നോക്കിക്കണ്ട് അഭിമാനിക്കുന്നത് തന്നെയാണ്. കേരളത്തിലെ അൽമായ വളർച്ച, പ്രത്യേകിച്ച് അതിൻ്റെ പിന്നിൽ ഷാജനച്ചിലെ പോലെയുള്ള ധാരാളം വൈദികരുടെ വളരെ കൃത്യമായ ദിശാബോധത്തോടെയുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സ്റ്റഡിയായ, എനിക്ക് തോന്നുന്ന ലോകത്തിൽ ഇത്രയും സ്റ്റഡിയായി ഒരു കരിസ്മാറ്റിക് നവീകരണം വളരുന്ന സ്ഥലവും വേറെങ്ങുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അതുപോലുള്ള ധാരാളം വൈദികരുടെ ഒരു കൃത്യമായ ഇടപെടലും സ്നേഹവും പ്രോത്സാഹനവും തിരുത്തലും വാത്സല്യവും കിട്ടിയതുകൊണ്ടാണ്. അച്ഛൻ്റെ ഈ ഒരു വിലപ്പെട്ട അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നവീകരണത്തിൽ വളരുന്ന കാര്യത്തിലും നവീകരണത്തെ വളർത്തുന്ന കാര്യത്തിലുമൊക്കെയുള്ള വിലപ്പെട്ട അനുഭവങ്ങൾ, അച്ഛൻ്റെ ദിവ്യകാരുണ്യത്തോടൊപ്പമുള്ള ജീവിതം, അതുപോലെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അത് ഉള്ളിൽ നിന്ന് പോകുന്നില്ല, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ അച്ഛൻ കയറിക്കൂടിയത്, അല്ലെങ്കിൽ ആ ഹൃദയത്തിലൂടെയുള്ള ജീവിതം, ഇതൊക്കെ തീർച്ചയായിട്ടും നവീകരണം എന്നും ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അച്ഛൻ്റെ ഈ വാക്കുകൾ അച്ഛനെ കേൾക്കുന്ന ഈ എപ്പിസോഡ് കാണുന്ന ഒത്തിരി പേർക്കെങ്കിലും ഇത് പ്രചോദനകരമാണ്. ഈ സമയങ്ങളിൽ ശാലോം പ്രേക്ഷകരുമായിട്ട് അച്ഛൻ നടത്തിയ ഈ ചിന്തകൾക്ക്, അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾക്ക് എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൽ നിന്ന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു. ഇന്നും തളരാതെ നവീകരണ സമൂഹത്തിൻ്റെ പാതകളിൽ മുന്നിൽ നിന്നു നയിക്കുവാൻ ഷാജനച്ചൻ തെല്ലും മടിക്കുന്നില്ല. കാരണം ദൈവം ഏൽപ്പിച്ച ഈ ജോലിയിലുള്ള വിശ്വസ്തത അത്രയും ആഴമേറിയതാകുന്നു. കാരണം അത് സ്വർഗത്തിൻ്റെ കൂലി നൽകപ്പെടുന്ന യുഗാന്ത്യ ശുശ്രൂഷ എന്ന് അച്ഛൻ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവാണ് തളരാത്ത ഈ വേലക്കാരൻ്റെ ബലം. വചനം ഏകുവാനൊരു സാക്ഷ്യം.
നഗ്നതയോ ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ അകറ്റുകല്ലോ